ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ.ടി. ജലീലിനെതിരെ അന്വേഷണമില്ല. പരാതിയിൽ തുടർ നടപടി വേണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. പി.കെ. ഫിറോസിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷഹീദ് ചേരുന്നു. ഷഹീദ്, മുസ്ലിം ലീഗ് UDF കാര്യമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം അതിനെ സർക്കാർ ഗൗനിക്കുന്നേയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സർക്കാരിന്റെ മറുപടി ഇപ്പോൾ പി.കെ. ഫിറോസ് ഈ ആരോപണം ഉന്നയിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി അപ്രകാരമാണ്. അതായത് മന്ത്രി കെ.ടി. ജലീലിന്റെ ബന്ധു കെ.ടി. അദീബിനെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചത് ചട്ടവിരുദ്ധമാണ്, നിയമങ്ങൾ മറികടന്നാണ്, യോഗ്യതയില്ലാത്ത ആളെ തിരുകി കയറ്റിയതാണെന്നായിരുന്നു പി.കെ. ഫിറോസിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പി.കെ. ഫിറോസ് ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയിൽ ഇപ്പോൾ തുടർ നടപടിയില്ല എന്നാണ്, തുടർ നടപടി എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചതായാണ് സർക്കാർ ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ മറുപടി നൽകിയിരുന്നത്. അതായത് അന്വേഷണം ഈ കെ.ടി. ജലീലിനെതിരെ അന്വേഷണം നടത്തണമെന്നായിരുന്നു പി.കെ. ഫിറോസിന്റെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് സർക്കാർ ഇപ്പോൾ അത്തരമൊരു അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സർക്കാർ ഇപ്പോൾ പി.കെ. ഫിറോസിന് മറുപടി നൽകിയിരിക്കുന്നു. ഈ വലിയ വിവാദം മുന്നണിക്ക് സർക്കാരിനെതിരെ ഉയർത്തിയ ഒരു ആരോപണമായിരുന്നു ഇത്. കെ.ടി. ജലീലിന്റെ ബന്ധുവിനെ നിയമിച്ചത് ചട്ടം മറികടന്നാണ്, അതിന് മന്ത്രി മുൻകൈയെടുത്ത് അതിന് ചില ഇടപെടലുകൾ നടത്തിയെന്നായിരുന്നു പി.കെ. ഫിറോസിന്റെ ആരോപണം. തെളിവുകൾ അടക്കം ഉദ്ധരിച്ച് പി.കെ. ഫിറോസ് ഈ ആരോപണം ഉന്നയിച്ചു. അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യമുണ്ടായി. പി.കെ. ഫിറോസ് ഉന്നയിച്ച ആരോപണം പിന്നീട് മുസ്ലിം ലീഗും UDF ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെ ആ വിഷയം ഉന്നയിച്ച് വലിയ പ്രക്ഷോഭം നടക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. നേരത്തെ ഈ വിഷയത്തെക്കുറിച്ച് യൂത്ത് ലീഗ് ആവശ്യം വിവരാവകാശ നിയമം പ്രകാരം ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഈ പരാതിയിൽ എന്ത് നടപടിയെടുത്തുന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ആയിട്ടില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ പരിഗണനയിലാണ് എന്നൊരു മറുപടിയായിരുന്നു നേരത്തെ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള അന്വേഷണവും വേണ്ടെന്ന് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.